ഹായ്, എൻ്റെ പേര് കീർത്തി. ഞാൻ പയ്യന്നൂർ കോളേജിൽ BSc സുവോളജി കഴിഞ്ഞതായിരുന്നു. ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc അനിമൽ ബയോളജി ആൻഡ് ബയോടെക്നോളജി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സെറയിൽ CUET ആദ്യ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ CSIR ലൈഫ് സയൻസിന്റെ ലൈഫ് ടൈം ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ 2025 എനിക്ക് JRF കിട്ടി. JRF ഞാൻ ഇതിന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് JRF കിട്ടിയില്ല. ഞാൻ ഒരു 4 മാർക്കിന് നെറ്റ് വരെ എത്തി മിസ്സായിപ്പോയി. അപ്പം കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്രാവശ്യം JRF നേടിയെടുത്തത്. വളരെ സന്തോഷമുണ്ട്. നേരത്തെ സ്കോർ കാർഡ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ ആൻസർ കീ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴും പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോഴും ചെക്ക് ചെയ്ത് മാർക്കിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം ആ ഒരു ധാരണ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആ PDF സ്ക്രോൾ ചെയ്തത്. കണ്ടപ്പോൾ വളരെ സന്തോഷമായി. എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 135 ആയിരുന്നു. ഞാൻ അക്കാഡമിക്സിന്റെ ഇടയിൽ കൂടി CSIRന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഞാൻ MSc കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ആദ്യത്തെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നത്, ജൂണിലെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അധിക സമയം ഉണ്ടായിരുന്നില്ല. ഒരു 1 മന്ത് ഞാൻ CSIRന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തിട്ടായിരുന്നു ആ സമയത്ത് പഠിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ലിമിറ്റഡ് ടൈമിലായതുകൊണ്ട് എനിക്ക് ആ മാർക്ക് JRFന്റെ അത്ര വരെ എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആദ്യത്തെ പ്രാവശ്യം അത് കിട്ടാതായപ്പോൾ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയൊരു ബ്രേക്ക് വരുന്നു എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് പഠിക്കുമ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് സെറയാണ്. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. ഞാൻ ഒരു സെപ്റ്റംബർ 1st-2nd വീക്കാണ് സെറയിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ആദ്യം ക്ലാസ്സസ് ഫോളോ ചെയ്തു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എൻ്റെ സൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷനും നല്ല സ്ട്രോങ് ആയി തന്നെ കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം ഒരു 5 to 8 hours എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും ഇരിക്കാനും പഠിക്കാനും, ഏറ്റവും കുറഞ്ഞത് 2 hours എങ്കിലും എല്ലാ ദിവസവും പഠിച്ചിരിക്കണം എന്നുള്ള ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടായിരുന്നു JRF എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് എത്തിയത്. സെറയുടെ ക്ലാസ്സുകൾ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ എനിക്ക് സ്വന്തമായിരുന്നു പഠിക്കാനുള്ള ആ ഒരു തുടക്കത്തിലെ ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാൻ സെറയുടെ ക്ലാസ്സുകൾ തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പം ആദ്യം ഞാൻ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് എനിക്ക് ഒരു ഐഡിയ എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്രത്തോളം ആ സിലബസ് കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്നാണ് ഒരു ഐഡിയ കിട്ടി തുടങ്ങിയത്. ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്ത ക്ലാസ് ഡെവലപ്മെന്റൽ ബയോളജി ആയിരുന്നു. അപ്പം ആദ്യത്തെ ക്ലാസ് ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷൻസും ഫോളോ ചെയ്ത് ഞാൻ തുടക്കത്തിൽ അങ്ങനെ നോട്ട്സ് ഒന്നും ഉണ്ടാക്കി പഠിച്ച ആളല്ല ആദ്യത്തെ എക്സാമിന് വേണ്ടിയിട്ട്. പിന്നീട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങി. അപ്പം അതൊക്കെ അവസാനം എക്സാം ആ ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ കുറെ റിപ്പീറ്റേഷൻസ് ആയിരുന്നു. അപ്പം അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കാൻ, ആ കൺസെപ്റ്റ് വീണ്ടും മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് ഹെൽപ്ഫുൾ. എക്സാമിൽ വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്സ് ആയിരുന്നു തുടക്കത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചൊക്കെ ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് സിലബസ് ഞാനും എക്സാമിന് വേണ്ടി പഠിച്ചിട്ടില്ല. പക്ഷെ ഓൾമോസ്റ്റ് ഒരു മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു 10 യൂണിറ്റ്സിന്റെ അടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. സക്സസ് സീക്രട്ട് എന്ന് പറയാൻ ഐ തിങ്ക് CSIRന്റെ എക്സാമിന് നമ്മുടെ ഹാർഡ് വർക്കും കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. എക്സാംസ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ബേസ് സ്ട്രോങ് ആയിരിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിപ്പോ CSIRന് പുറമെ ഒരു 3 എക്സാം എക്സ്ട്രാ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം CUETയുടെ പ്രിപ്പറേഷൻ വഴിയാണെങ്കിലും ആ ഒരു ടൈം മുതലേ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയെടുത്തത് എക്സാംസ് ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ CUETയുടെ കോച്ചിങ് ഞാൻ സെറയിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിവേഴ്സ് ലേണിംഗ് ടെക്നിക്സ് എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ റിവേഴ്സ് ലേണിംഗ് ടെക്നിക്സ് ഫോളോ ചെയ്തിട്ട് നല്ല റാങ്കോട് കൂടി ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ലേണിംഗ് ടെക്നിക്സ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ആ എക്സാം ക്വസ്റ്റ്യൻസിനെ മാത്രം ഫോളോ ചെയ്യാതെ പഠിക്കുന്ന സമയത്ത് ആ കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുക. പിന്നെ ഇന്റർവ്യൂ ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി അതും കൂടി ഇമ്പോർട്ടന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈവ് ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡൗട്ട്സ് ഞാൻ പൊതുവെ കുറച്ച് ഡൗട്ട്സ് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ആളാണ്. അപ്പൊ ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ കൂടിയാണ്. അപ്പം നമുക്ക് ഉണ്ടാവുന്ന ഡൗട്ടൊക്കെ അപ്പൊ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സസ് ഹെൽപ്ഫുൾ ആയിരുന്നു. JRF എന്നുള്ളത് PhD ആയിരുന്നു എനിക്ക് മുന്നേ മനസ്സിലുണ്ടായിരുന്നത്. JRF അത്ര സീരിയസ് ആയിട്ട് ഞാൻ MSc ടൈമിൽ കണ്ടിട്ടില്ല.
ഞാൻ ലൈക് തുടക്കത്തിലൊന്നും MSc ഫസ്റ്റ് ഇയേഴ്സിൽ ഉണ്ടാകുമ്പോഴൊന്നും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടോ ട്രൈ ചെയ്തിട്ടോ ഇല്ല. ഞാൻ MSc കഴിഞ്ഞ പിന്നെയാണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് JRFനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു MSc സമയത്ത് തന്നെ അത് ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിരുന്നു ബെറ്റർ. JRF എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ലൈക് പഠിക്കണം, ചെറിയൊരു എഫേർട്ട് നമ്മളെ സൈഡിൽ നിന്ന് ആവശ്യമുണ്ട്. പക്ഷെ ആ എക്സാമിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ MSc അല്ലെങ്കിൽ BSc ലെവലിൽ പഠിച്ചു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് CSIRന്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ എക്സാമിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് ചില ആൾക്കാർ ക്വാളിഫൈ ചെയ്യുന്നതും ക്വാളിഫൈ അല്ലാതാവുന്നതും. CSIR എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് മാത്രം. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ എക്സാംസിലും ഇക്കോളജി, എവല്യൂഷൻ, മോളിക്കുലാർ ബയോളജി, പിന്നെ ഈ ടോപ്പിക്സ് ആണ് കുറച്ചും കൂടി വെയിറ്റേജ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടോപ്പിക്സ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഡെവലപ്മെന്റൽ ബയോളജി, പ്ലാൻ ഫിസിയോളജി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ ഒരു പ്രോപ്പർ സെൽഫ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു 50 days ആയിരുന്നു. അപ്പൊ ഞാൻ അതില് ഒരു 10 days ബിഫോർ എക്സാം വരെ ഒരു 5 to 8 hours എല്ലാ ദിവസവും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിന്റെ അടുത്ത് ഇപ്രാവശ്യം ഞാൻ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിച്ച ഒരാളാണ്. അപ്പൊ എക്സാമിന്റെ അടുത്ത് എന്ന് പറയുന്നത് ആ ലാസ്റ്റ് 10 days കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു എന്റെ ഫോക്കസ്. ലൈക്ക് ബി പാർട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഡേയ്സിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടൈമിങ് വെച്ചിട്ട് ടൈം മാനേജ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ടൈം വെച്ചിട്ട് എക്സാംസിന് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു, എത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ എങ്ങനെ അതിനകത്ത് നിന്ന് സോർട്ട് ചെയ്തെടുത്ത് ചെയ്യാൻ പറ്റുന്നു, അതിലുള്ള മാർക്ക് എങ്ങനെ വരുന്നു, അതൊക്കെ നോക്കിയിട്ടായിരുന്നു ലാസ്റ്റ് ഡേയ്സിലെ പ്രിപ്പറേഷൻ. പിന്നെ ഒരു ലാസ്റ്റ് 2 days എത്തിയപ്പോൾ പഠിച്ച നോട്ട്സ് ഉണ്ടാക്കി വെച്ചത് ഒന്ന് മറിച്ചു നോക്കാനും ശ്രമിച്ചിട്ടുണ്ട്. PYക്ക് ഡിസ്കഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പഠിച്ച കൺസെപ്റ്റ്സ് ഒക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്തെടുക്കുന്നത് PYക്ക് ഡിസ്കഷനിൽ കൂടിയായിരുന്നു. നമുക്ക് ഏതെങ്കിലും മിസ് ഔട്ട് ചെയ്ത പോയിന്റ്സ് ഒക്കെ ആ സമയത്ത് നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചു. മിസ്റ്റേക്സ് എന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്സ് പൊതുവെ കൂടുതൽ നെഗറ്റീവ് മാർക്കിംഗ് ആയിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യവും ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന എപ്പോഴും ഒരു ചാൻസ് എടുക്കുന്ന ഒരാളായിരുന്നു. പിന്നെ പഠിച്ചപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നെഗറ്റീവ് മാർക്കിംഗ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൺസെപ്റ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആവുന്ന സമയത്ത് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാതെ പറ്റുന്ന കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കാതെ പറ്റുന്ന മിസ്റ്റേക്സ് ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ ആയിരുന്നു എനിക്ക് ഇനീഷ്യലി വന്നുകൊണ്ടുണ്ടായിരുന്ന മിസ്റ്റേക്സ്. അപ്പോൾ പിന്നെ കൺസെപ്റ്റ് സ്ട്രോങ് ആയി വന്നപ്പോഴും ക്വസ്റ്റ്യൻസിനെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്രോച്ച് ചെയ്യുക, അങ്ങനെയാണ് മാർക്സ് ഇംപ്രൂവ് ചെയ്ത് വന്നത്. യൂണിറ്റ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്ന വഴി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഇത് കുറച്ചും കൂടി ബെറ്റർ ആയി വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി ടഫായി തോന്നിയത് മോളിക്കുലാർ ബയോളജി ആയിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. തുടക്കത്തിലൊക്കെ ഞാൻ ഇതിങ്ങനെ ലാസ്റ്റത്തേക്ക് തള്ളി വെച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ടെക്സ്റ്റ് ബുക്ക് വെച്ച് അത് ഫോളോ ചെയ്യാൻ നോക്കിയപ്പോൾ ലാസ്റ്റ് മൊമെന്റ് അത് കുറച്ച് പാനിക് ആവുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ ചെയ്തത് റെക്കോർഡഡ് ക്ലാസ്സസ് ഫോളോ ചെയ്യായിരുന്നു. അപ്പം റെക്കോർഡഡ് ക്ലാസ് വഴി ഫോളോ ചെയ്യുന്ന സമയത്ത് കൺസെപ്റ്റ് കുറച്ചും കൂടി എളുപ്പത്തിൽ ക്ലിയർ ചെയ്തെടുക്കാൻ, പിന്നെ പ്രോബ്ലംസ് അതിനകത്ത് നിന്ന് വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്തിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. JRF എന്നുള്ള ഒരു റിസർച്ച് മേഖലയോടായിരുന്നു എനിക്ക് തുടക്കം മുതലേ താല്പര്യം. സോ MSc പഠിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു എക്സ്പോഷറും അവിടുത്തെ എൻവയോൺമെന്റ് ഒക്കെ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ ഒരു PhD അല്ലെങ്കിൽ റിസർച്ച് എന്നുള്ള ഒരു ഇതിനകത്തോട്ട് എത്തണമെങ്കിൽ പിന്നെ JRF വേണം എന്നുള്ള ഒരു മനസ്സിലാക്കിയത് കൊണ്ടും പിന്നെ അതിന്റെ ഒരു ആവശ്യകത ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയത് കൊണ്ടുമാണ്. സപ്പോർട്ട് എനിക്ക് MSc തുടങ്ങിയപ്പം മുതലേ കണ്ടിന്യൂസ് ആയി സപ്പോർട്ട് ചെയ്തിരുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഞാൻ ജൂണിൽ അപ്പിയർ ചെയ്ത സമയത്തും ലൈക്ക് ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളും റെഫർ ചെയ്ത് തന്നതും, എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണമെന്നും, ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് വന്നപ്പം ഈ കഴിഞ്ഞ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടൈം വെച്ച് ചെയ്യാനും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ കണ്ടിന്യൂസ്ലി സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ JRFന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റിസർച്ചിനെ കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കുന്നത് കുറവാണെന്ന് തോന്നുന്നു.
അപ്പം അതൊരു വലിയൊരു കാര്യമായിട്ട് ആരും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൾക്കാർ മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വിഷമം എന്നല്ല, ഈ ആൾക്കാർ ഇതിനെക്കുറിച്ച് അവെയർ ആവാതെ പോകുന്നു എന്നുള്ള കാര്യങ്ങളിൽ സങ്കടം തോന്നിയിട്ടുണ്ട്. ആൾക്കാർ ലൈക്ക് MSc ഫസ്റ്റ് ഇയറിലൊക്കെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആൾക്കാർ CSIR ക്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ ഒരുപാട് അറ്റംപ്റ്റ് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ +2 മുതലുള്ള ബേസ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ, ചിലപ്പം സ്ട്രോങ് BSc ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ MSc ഫസ്റ്റ് സെമസ്റ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ എക്സാംസ് ക്രാക്ക് ചെയ്ത് വരുന്നുണ്ട്. മാക്സിമം ഒരു 2 സൈക്കിൾസ് ഒക്കെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കോൺസ്റ്റന്റ് എഫേർട്ട് ഉണ്ടെങ്കിൽ അത് അത്രേ ആവശ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. CSIR ആൾക്കാർ ചിന്തിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല, ഭയങ്കര ഒരു ടഫ് എക്സാം ആണ്, ലൈക്ക് ആൾക്കാർ പെട്ടെന്ന് ഒരു അറ്റംപ്റ്റിലൊക്കെ കിട്ടാതാവുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് പേടിച്ച് ആൾക്കാർ ക്വിറ്റ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ബെറ്റർ ആക്കാനും ക്വാളിഫൈ ചെയ്തെടുക്കാനും പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. UG ഞാൻ 12th വരെ അത്യാവശ്യം നല്ല അക്കാഡമിക്കലി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ഒരാളാണ്. പിന്നെ ഞാൻ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്ത ആളാണ്. അതിനുശേഷം ഇങ്ങനെ നല്ലൊരു അക്കാഡമിക് റെക്കോർഡ് ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനൊരു 3rd 4th ആ ഒരു റാങ്കിന്റെ ഉള്ളിലേക്ക് വരുന്ന ഒരാളായിരുന്നു. MSc ആണെങ്കിലും അങ്ങനെ വളരെ നല്ലൊരു അക്കാഡമിക് റെക്കോർഡ് എനിക്കില്ല. പക്ഷെ എന്തായാലും എന്റെ അക്കാഡമിക്സ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ. ലൈക്ക് മാർക്കിന്റെ മാത്രം ബേസ് അല്ല, നമ്മളെ അക്കാഡമിക് പെർഫോമൻസിനെ നമ്മൾ മാർക്കിന്റെ മാത്രം ബേസിൽ അനലൈസ് ചെയ്യണം എന്നല്ല എനിക്ക് തോന്നുന്നത്. നമുക്ക് എത്രമാത്രം നമ്മൾ സ്റ്റഡീനെ നമുക്ക് 2 രീതിയിൽ പഠിക്കാം. മാർക്കിന് വേണ്ടിയും പഠിക്കാം, മനസ്സിലാക്കാൻ വേണ്ടിയും പഠിക്കാമല്ലോ. അപ്പൊ മനസ്സിലാക്കി പഠിക്കുന്ന ആൾക്കാർക്ക് എല്ലായിടത്തും അതിൻ്റെതായ ഗുണം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. UGയിൽ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ സെറയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗൈഡൻസ് കൂടി കൊണ്ടാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെട്ടത്. എനിക്ക് റിസർച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഡെവലപ്മെന്റൽ ബയോളജി അല്ലെങ്കിൽ ഡിസീസ് ബയോളജി അങ്ങനത്തെ ഒരു ഫീൽഡിലോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. NCBSൻ്റെതും ഐസറിന്റെ ഒക്കെ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് എവിടെയെങ്കിലും ആയിട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് തന്നെയാണ് താല്പര്യം. CSIRന്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺസ്റ്റന്റ് എഫേർട്ടും കൺസിസ്റ്റൻസിയും എപ്പോഴും ആവശ്യമാണ്. അപ്പം അതൊരു ടഫ് എക്സാം അല്ല. നമ്മൾ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ നമുക്കത് ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതങ്ങനെ ഒരു ബുദ്ധിമുട്ടായി കാണൂ, ഒരു വലിയൊരു ടാസ്കായി എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ MSc അല്ലെങ്കിൽ BSc തന്നെയാണ് CSIRന്റെ ഓൾമോസ്റ്റ് സിലബസും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസിന് പാരലൽ ആയിട്ട് തന്നെ നമുക്ക് CSIRന്റെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ പറ്റും എന്നാണ്. ലൈക്ക് MSc കഴിഞ്ഞൊരു സെപ്പറേറ്റ് ടൈം മാറ്റി വെക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് അക്കാഡമിക്സിന്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ലൈഫ് ടൈം ബാച്ചിലെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് ക്ലാസ്സസ് ഒക്കെ പ്രോപ്പറായി അറ്റൻഡ് ചെയ്യുക, യൂണിറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ എഫേർട്ട്, ലൈക്ക് ക്ലാസ് മാത്രം കണ്ട് അവിടെ ഒഴിവാക്കാതെ അതിന് വേണ്ടി നോട്ട്സ് ഉണ്ടാക്കാനും പഠിക്കാനും കൺസെപ്റ്റ് റിവൈസ് ചെയ്തെടുക്കാനും പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാതെ വിടാനും എക്സാംസിനെ അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടി അപ്പിയർ ചെയ്യാനും ശ്രമിക്കുക. ഒരു JRF എന്ന് പറഞ്ഞത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. ഒറ്റ ഫീസിൽ നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്കും വളരെ നല്ലതായിട്ടാണ് തോന്നിയത്. ഇപ്പം നമ്മൾ MSc മുതലൊക്കെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു കോച്ചിങ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫിനാൻഷ്യലി നമ്മൾ അതുകൂടി ചിന്തിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ഏത് ടൈമാണോ നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നത് അതുവരെയുള്ള കോച്ചിങ് സെറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പം ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്വേർഡ് ആയി നിൽക്കുന്ന ആൾക്കാർക്ക് കോച്ചിങ് എടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തൊക്കെയാണ് നമ്മളിപ്പോൾ പോയി കോച്ചിങ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഒരു ടേമിന് വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. ആ ഒരു കാര്യമാണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒരു ചെറിയൊരു എമൗണ്ടിലേക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു വളരെ നല്ല കാര്യമായിട്ട് തോന്നി. ഉറപ്പായിട്ടും ഞാൻ സെറയുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. ലൈക്ക് JRF ക്രാക്ക് ചെയ്യണം എന്നാണ്, നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം, ഒരു ഗൈഡൻസ് വേണം. നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കോച്ചിങ് ഉള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും സെറ. അപ്പം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എല്ലാവർക്കും സെറ റെക്കമെൻഡ് ചെയ്യും. എൻ്റെ പേര് കുമാരൻ. എൻ്റെ പേര് മാലിനി.
കീർത്തി ഈ ചെറിയ ക്ലാസ് മുതലേ പഠിക്കാൻ നല്ല സമർത്ഥയായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഫുള്ള് A+ ആണ്. പഠിക്കുന്നതിന് ഭയങ്കര താല്പര്യമാണ്. പിന്നെ അതിന് ശേഷം ഇപ്പം ലാസ്റ്റ് CSIR എഴുതണമെന്ന് പറഞ്ഞിട്ട് ആദ്യം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രായം കൂടി വരുന്നല്ലേ. അപ്പോൾ പിന്നെ അവള് വന്ന് CSIR ഞാൻ വിട്ടു. അവള് എഴുതി ഇപ്പം പാസ്സായി. എൻ്റെ കുഴപ്പമില്ലാതെ റാങ്കോടെ പാസ്സായി. ഫണ്ട് കിട്ടുന്നറിയാം, പക്ഷെ എങ്ങനെയാണ് ഇങ്ങനെ കൂട്ടുന്ന അറിയില്ല. മറ്റു പിള്ളേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റേ എൻ്റെ കൂടെ സർവീസ് ചെയ്ത ആരായാലും മക്കള് ഇങ്ങനെ വിദേശത്തിലും പോയി പൈസ ഇങ്ങോട്ട് അയക്കുന്നു എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് CSIR കിട്ടിയാൽ ഫണ്ട് കിട്ടുന്നറിയായിരുന്നു. എത്ര ആണ് അതിൻ്റെ എമൗണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനും ഇവള് പഠിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ഒന്നും ചിന്തിക്കാനേ ഉണ്ടായിരുന്നില്ല. എപ്പോഴായാലും എല്ലാ കാര്യങ്ങളും വേണ്ടുന്ന രീതിയിൽ വളരെയധികം നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഈ CSIR എന്ന് പറയുമ്പോൾ എൻ്റെ റിലേറ്റീവ് ഒരാള് ഇതുപോലെ കൂത്തുപറമ്പിൽ കോച്ചിങ്ങിനെല്ലാം പോയിട്ട് 4 അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അവര് പാരന്റ്സ് ഒഴിവാക്കിക്കോന്നും കൂടി പറഞ്ഞ ഘട്ടത്തിലാണൊക്കെ കിട്ടിയത്. അപ്പോൾ ഇവള് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ കിട്ടി, സന്തോഷം.